നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിസം, അതായത് കാന്തങ്ങളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. കാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ നമുക്കറിയാവുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ഓൾറെഡി കണ്ടത്, ഇപ്പോൾ റേഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ഫോൺസ് മുതലായ സാധനങ്ങളിൽ കാന്തത്തിൻ്റെ ഉപയോഗങ്ങളുണ്ട്. അതുകൂടാതെ പല മെഷീൻസും കാന്തങ്ങളുടെ ഉപയോഗം അത്യാവശ്യമാണ്. അതായത് കാന്തവും വൈദ്യുതിയും തമ്മിലുള്ളൊരു ബന്ധം ഒരു അഭേദ്യമായ ബന്ധമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിലിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇരുമ്പ്, സ്റ്റീൽ മുതലായ സാധനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള സാധനമാണ് മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം. അപ്പോൾ ആ ഒരു കഴിവിന് മാഗ്നറ്റിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രവണത, ഇരുമ്പിനെയും ഇതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത മാഗ്നറ്റിസം എന്ന് പറയുന്നു. നമ്മുടെ ഭൂമിയിൽ നിന്ന് സാധാരണ മാഗ്നറ്റ് കിട്ടും. ഭൂമിയിൽ നിന്ന് നമ്മൾ കുഴിച്ചൊക്കെ എടുക്കുന്ന അതിന് സാധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങൾക്കും ഇതിലൊന്നും യൂസ് ചെയ്യാനുള്ള അത്രയുള്ള ശക്തിയില്ലാത്ത ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്ന മാഗ്നറ്റ്. അപ്പം മാഗ്നറ്റ് ശരിക്കും പറഞ്ഞാൽ മെഷീൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനാവശ്യങ്ങൾക്കായിട്ട് ഇത് കുറച്ച് റിഫൈൻ ചെയ്തെടുക്കും, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ പിന്നെ മാഗ്നറ്റിന് ആകർഷിക്കാൻ അതായത് മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ ആകർഷപ്പെടുന്ന വസ്തുക്കളെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് വസ്തുക്കൾ എന്ന് പറയും. അപ്പോൾ ഇരുമ്പ്, സ്റ്റീൽ, നിക്കൽ, കൊബാൾട്ട് ഇതൊക്കെയാണ്. പിന്നെ ചില കൂട്ടലോഹങ്ങൾ ഇതൊക്കെയാണ്. അതായത് നമ്മുടെ കൊബാൾട്ട് സ്റ്റീൽ, ടങ്സ്റ്റൺ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞ രണ്ട് ലോഹങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ചില സാധനങ്ങൾ മാത്രമാണ് ഈ കാന്തം അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാന്തമായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന സാധനം. അപ്പോൾ പല വസ്തുക്കളും മാഗ്നറ്റായിട്ട് അല്ലെങ്കിൽ കാന്തവുമായിട്ട് അട്രാക്റ്റ് ആവുന്നില്ല. അതിനെ നോൺ മാഗ്നറ്റിക് എന്ന് പറയും, മെറ്റീരിയൽസ് അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് വസ്തുക്കൾ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കോപ്പർ, റബ്ബർ, ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും, നമ്മുടെ മരം, വുഡ്, അതൊന്നും ഇതിൽ അട്രാക്റ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മെഷീൻസ് അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് കാന്തത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കൃത്രിമമായിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കും. അപ്പം ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിനെ തന്നെ രണ്ട് രീതിക്ക് നമുക്ക് തരംതിരിക്കാം. ഒന്ന് സ്ഥിരകാന്തവും ഒന്ന് താൽക്കാലിക കാന്തം. അതായത് സ്ഥിരം മീൻസ് പെർമനൻറ്റ് മാഗ്നറ്റ്, പിന്നെ താൽക്കാലികം മീൻസ് ടെമ്പററി മാഗ്നറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇതായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ഹാർഡൻ സ്റ്റീൽ, കൊബാൾട്ട് സ്റ്റീൽ, ടങ്സ്റ്റൺ സ്റ്റീൽ ഇങ്ങനത്തെ മുതലായ മെറ്റീരിയൽസ് ഇതിൽ ഒരു പ്രാവശ്യം നമ്മളൊരു എനർജി അപ്ലൈ ചെയ്ത് നമുക്ക് അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത്, മാഗ്നറ്റിക് ഫീൽഡ് എന്നാൽ നമ്മൾ വഴി മനസ്സിലാക്കും. അപ്പോൾ ഇതിൽ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മാഗ്നറ്റിക് സ്വഭാവം വരും. അതായത് ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ കൊടുത്ത എനർജി എടുത്ത് മാറ്റിയാലും അതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് അല്ലെങ്കിൽ ഒരു കാന്തികമായിട്ടുള്ളൊരു സ്വഭാവം അതിൻ്റെ അകത്ത് വരും. അത് ഈ പറഞ്ഞ ബാക്കിയുള്ള ലോഹങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന, റിപ്പൽ ചെയ്യുന്ന ഒരു സ്വഭാവം. അതായത് ഈ എനർജി ചെയ്യുന്നതിന് മുന്നേ അതിന് ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇത് അപ്ലൈ ചെയ്ത് എടുത്ത് മാറ്റിയപ്പോൾ ഈ സ്വഭാവം അതിൽ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തിനെയാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ സ്ഥിരകാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഈ ഇയർഫോൺ, ലൗഡ് സ്പീക്കർ മുതലായ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അപാകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ ശക്തി, ആ കാന്തത്തിൻ്റെ ശക്തി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു രീതിക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് യൂസുകൾക്കേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടർ അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതായി നമുക്ക് വരുന്ന കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ ടെമ്പററി മാഗ്നറ്റാണ്. ഇതിൻ്റെ ഒരു വ്യത്യാസം നേരത്തെ കണ്ട പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പർട്ടിക്കുലർ സമയം, അതായത് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ പ്രത്യേക ഒരു എനർജി അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് കാന്തികമായിട്ടുള്ള അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കുക. ആ ഒരു എനർജി ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ആ കാന്തികമായിട്ട് സ്വഭാവം കിട്ടില്ല. അതായത് നമ്മൾ സോഫ്റ്റ് സ്റ്റീൽ എന്നൊക്കെ നിക്കൽ മുതലായ വസ്തുക്കൾ ഇതിലൊക്കെയാണ് ഈ ഒരു സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു എനർജി അപ്ലൈ ചെയ്യുന്നു, മാഗ്നറ്റൈസിങ് എനർജി അതായത് നമ്മൾ ഒരു കാന്തിക വലയം അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, അതിൻ്റെ അകത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് മാഗ്നറ്റിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. അപ്പോൾ
നമുക്കത് മാഗ്നറ്റായിട്ട്, അതായത് അതിൻ്റെ ഓരോ ഉപയോഗങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഈ എനർജി, ഈ പറഞ്ഞ മാഗ്നറ്റൈസിങ് എനർജി എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ആ സ്വഭാവം നഷ്ടപ്പെടുന്നതാണ്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ജനറേറ്റർ, ഇലക്ട്രിക് മോട്ടോർ, റിലേ പോലത്തെ സാധനങ്ങളിൽ ഈ ഒരു സ്വഭാവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പല ഇതിൽ കാണും. അതിൻ്റെ ഒരു ഉള്ളടക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കോയിലുകളിൽ നമ്മൾ കറണ്ടൊക്കെ കടത്തി വിടുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു കാന്തിക വലയം ഉണ്ടാവും, മറ്റേ ഫ്ലെമിങ്സ് ലോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്. അതൊക്കെ ടെമ്പററി മാഗ്നറ്റിൻ്റെ അകത്ത് പെടുന്ന സാധനങ്ങളാണ് നമ്മളതിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒഴിക്കുക, ടെമ്പററി, അത് താൽക്കാലികമായിട്ടാണ്. അത് ഈ ഒരു പ്രത്യേക ഒരു എനർജി കൊടുക്കുന്ന ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആ എനർജി വിത്ഡ്രോ ചെയ്തതിന് ശേഷം, അത് പിൻവലിച്ചതിന് ശേഷം നമുക്ക് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നതല്ല. ഈ എനർജി ഉള്ള സമയത്ത് ഇതിന് കാന്തത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കുകയും ചെയ്യും. അടുത്തതായി പറയാനുള്ളത് മാഗ്നറ്റിൻ്റെ പോൾസാണ്. മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്, നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു തരംതിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നീളമുള്ള ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒരു കുബേർഡ് ഷേപ്പുള്ള ഒരു മാഗ്നറ്റ്. അതിന് നമ്മൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു ചരട് കെട്ടി ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ നേരെ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുന്ന കാണാം. അപ്പോൾ അതിനെ വടക്കെന്ന് പറഞ്ഞാൽ നോർത്ത്, അതിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് വിളിക്കും. മറ്റേ അറ്റത്തെ തെക്കോട്ട് തിരിഞ്ഞ് കിടക്കും, അതിനെ സൗത്ത് പോൾ എന്നും പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ എന്നുള്ള ഒരു 2 പേര് അതിൻ്റെ അകത്ത് വരുന്നത്. നമ്മുടെ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം യൂസ് ചെയ്യുന്ന സംഭവം ഇത് തന്നെയാണ്. മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ കാന്തത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് അത്. വടക്ക് അതിൻ്റെ നോർത്ത് പോൾ വടക്കിനെ നോക്കി പോയിൻ്റ് ചെയ്ത് ഇരിക്കും സംഭവം. ഇതിൻ്റെ അടുത്ത് ഈ നോർത്ത് പോൾ, സൗത്ത് പോൾ നമ്മൾ തിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ 2 സ്ഥലത്തിൻ്റെ ആകർഷിക്കാനുള്ള ശക്തി ഒരേപോലെയാണ്, നോർത്ത് പോളിനും സൗത്ത് പോളിനും. നോർത്ത് പോളിൻ്റെ അടുത്ത് നമ്മൾ ഇതേപോലെ മറ്റൊരു മാഗ്നറ്റ് അതിൻ്റെ നോർത്ത് പോൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബാർ മാഗ്നറ്റിൻ്റെ അടുത്ത് തന്നെ അത് വേറൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ തന്നെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ രണ്ടും പരസ്പരം വികർഷണം നടക്കും, അതായത് റിപ്പൽ ചെയ്യും. നേരെ മറിച്ച് ഓപ്പോസിറ്റായിട്ടുള്ള പോൾസ്, അതായത് ഒരു ബാർ മാഗ്നറ്റ് മറ്റേ ബാർ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നോർത്ത് പോളും മറ്റേതിൻ്റെ സൗത്ത് പോളാണെങ്കിൽ രണ്ടും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, അതായത് രണ്ടും കൂടി ആകർഷിക്കും. ഇതാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കും. അതായത് വിപരീതമായ പോളുകൾ തമ്മിൽ അട്രാക്ഷനും ഒരേപോലത്തെ പോള് തമ്മിൽ വികർഷണവും ഉണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം വന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റാണ് കാണുന്നത്. സൗത്ത് പോൾ നോർത്ത് പോൾ മാർക്ക് ചെയ്തേക്കുന്നതാണ്. ഒരു ചതുര കട്ട പോലത്തെ ഇതിലാണ് ബാർ മാഗ്നറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ വളയം പോലെ ഒരു സംഭവം കാണാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മാഗ്നറ്റിക് ശക്തി, ആ കാന്തിക ഇതിനെ വലയമായിട്ട് തിരിക്കുകയാണ്. അതായത് ആ കാന്തത്തിൻ്റെ പ്രഭാവം എത്ര ഏരിയ കവർ ചെയ്യും എന്നുള്ളത് ആ വലയത്തിൻ്റെ ശക്തി പോലെ ഇരിക്കും, ആ വലയത്തിൻ്റെ റീച്ച് പോലെ ഇരിക്കും. അത് വലയം കൂടുതലുണ്ടെങ്കിൽ അതിനത്രയും പ്രഭാവമുണ്ട്, അത്രയും ഏരിയ അത് കവർ ചെയ്യും. അതിൻ്റെ ആ വലയത്തിൻ്റെ അകത്ത് തന്നെ സാധനങ്ങൾ അട്രാക്റ്റോ റിപ്പലോ ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ ഒരു ലോഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ലോഹങ്ങൾ കൊണ്ടുവന്നാൽ അതുമായിട്ട് അട്രാക്റ്റ് ആവും, അല്ലെങ്കിൽ ആകർഷിക്കപ്പെടും. അതിൻ്റെ പുറത്താണെങ്കിൽ അത് ആകർഷിക്കപ്പെടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതായത്
മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട മാഗ്നറ്റിക് ലൈനുകളുടെ ഒരു ഏരിയയിലുള്ള ഒരു എണ്ണത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു മാഗ്നറ്റിൽ മൊത്തം അടങ്ങിയിട്ടുള്ള മാഗ്നറ്റിക് ലൈൻ, അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഫൈ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക്, നമ്മുടെ ഇലക്ട്രിക്കലിൽ കുറേ സിമ്പിൾസ് ഉണ്ട്, അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഗ്രീക്ക് സിമ്പിളായിട്ടുള്ള ഫൈ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിന് യൂണിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ 1 കിലോ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ മാഗ്നറ്റിക് ലൈൻസിന് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അത് പണ്ട് മാക്സ്വെൽ എന്നായിരുന്നു, ഇപ്പോൾ അത് വെബർ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഒരു മാക്സ്വെൽ ഈക്വൽ ടു 10 ലൈൻ, അത് 10 ലൈൻ ആകുമ്പോൾ ഒരു മാക്സ്വെൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെബറാണ്. നമ്മൾ എക്സാംസിലൊക്കെ യൂസ് ചെയ്യുന്ന വെബർ എന്ന് പറഞ്ഞ യൂണിറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്തത് മാഗ്നറ്റൈസിങ് ഫോഴ്സ്, അതായത് ഒരു മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്ത് പോള്, യൂണിറ്റ് നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോ ആ യൂണിറ്റ് അതിൽ നോക്കണ്ട. ഇപ്പോൾ നമുക്ക് ഒരു നോർത്ത് പോള് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, അതായത് ആകർഷണമോ വികർഷണമോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു സാധനത്തിനെ ആണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എച്ച് എന്നാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ വെബറാണ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ വസ്തുവിലുണ്ടാകുന്ന ഫോഴ്സ്, അതിനെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് വെബർ, നേരത്തെ കണ്ടു വെബറാണ്. അപ്പോൾ ന്യൂട്ടൺ പെർ വെബർ, ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ വെബർ, അതാണ് ഈ പറഞ്ഞ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ യൂണിറ്റ്. അടുത്തത് വരുന്നത് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ഒരു യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയ എന്നപ്പോൾ പറയുമ്പോഴും നമ്മൾ ആലോചിക്കും ഒരു mm സ്ക്വയർ ആവാം, ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ ആവാം, ഒരു ഏരിയ, ഒരു 1 എന്ന് പറഞ്ഞുള്ളൊരു ഏരിയ. വേണമെങ്കിൽ നിങ്ങളൊരു ഇമാജിൻ ചെയ്യുക, ഒരു സ്ക്വയർ ഷേപ്പിലൊരു ടൈലിൻ്റെ ഷേപ്പിലുള്ളൊരു ഏരിയ ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൽ കൂടെ 90 ഡിഗ്രിയിൽ, അതായത് അതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോവുകയാണെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടു, ആ ലൈൻസിൻ്റെ 5 വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ ഏരിയ, അതായത് ആ ലൈൻസ് ഒരു ഏരിയ കൂടെ പാസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു തോതിനെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ ടെസ്ല, വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നും വിളിക്കാം. അതുകൂടാതെ ടെസ്ല എന്ന് പറഞ്ഞൊരു യൂണിറ്റും ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടെസ്ല എന്ന് പറയുന്നത് 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തൊരു ടോപ്പിക് വരുന്നത് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് ഒരു കാന്തമായിട്ട് അട്രാക്റ്റ് ആകപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്ന മെറ്റീരിയലിന് എത്രത്തോളം ഈ മാഗ്നറ്റിക് ലൈൻസ് അതിൽ കൂടെ കടത്തിവിടാൻ സാധിക്കുമോ അതിനെയാണ് ആ വസ്തുവിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ ഒരു ഗ്രീക്ക് അക്ഷരം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്തുവിൻ്റെ പെർമിയബിലിറ്റി ഒരു എയറിൻ്റെ അല്ലെങ്കിൽ വാക്യൂമിൻ്റെ ഇതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, അതായത് അതുമായിട്ടൊരു താരതമ്യപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മ്യൂ എന്നിട്ടൊരു ചെറിയ സഫിക്സ് എന്ന് പറയാം, അതിൻ്റെ അടിയിലായിട്ടൊരു ആർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ മ്യൂ ആർ ആണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് സമം മ്യൂ ഡിവൈഡ് ബൈ മ്യൂ 0. അതായത് ഇവിടെ മ്യൂ എന്നുദ്ദേശിച്ചത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി, അങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. ആ മെറ്റീരിയലിൻ്റെ ഒറിജിനൽ പെർമിയബിലിറ്റി എത്രയാണ് അത് ഡിവൈഡഡ് ബൈ എയറിൻ്റെ അല്ലെങ്കിൽ വാക്യൂത്തിൻ്റെ പെർമിയബിലിറ്റി. അപ്പോൾ എയറിൻ്റെ വാക്യൂത്തിൻ്റെ പെർമിയബിലിറ്റി ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് അറിയാവുന്ന ഒരു കാര്യമാണ്. 4π × 10⁻⁻⁷ ഹെൻറി പെർ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫോഴ്സും തമ്മിലുള്ള ബന്ധം, അതായത് ബിയും എച്ചും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന്
പല ടെസ്റ്റുകളും ഇതിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞ ഒരു കിട്ടുന്ന ഒരു ഉത്തരം നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഈക്വൽ ടു മ്യൂ ആയിരിക്കും. അതായത് ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ബി എന്ന് പറഞ്ഞൊരു ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫോഴ്സ്, അപ്പോൾ ബി ബൈ എച്ച് എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ മ്യൂ എന്ന് പറഞ്ഞ ആൻസർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടിരുന്നു, മ്യൂ ആർ ഈക്വൽ ടു മ്യൂ ഡിവൈഡ് ബൈ മ്യൂ സീറോ എന്ന് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് മ്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയെടുത്തതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. മ്യൂ ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ എന്ന് പറഞ്ഞ് ആ ഒരു ഇക്വേഷൻ എഴുതിയെടുത്തതാണ്. എന്നിട്ട് അത് നമ്മുടെ ഈ ബി ബൈ എച്ച് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞ സാധനത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ പല രീതിക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ബി കണ്ടുപിടിക്കാനായിരിക്കും എച്ച് തന്നിട്ടുണ്ടാവും. മ്യൂ സീറോ ഓൾറെഡി നമുക്കറിയാവുന്ന എയറിൻ്റെ 4π × 10⁻⁻⁷. അപ്പം മ്യൂ ആർ നമ്മൾ മറ്റേ മ്യൂ അറിയാവുന്നതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പല ക്വസ്റ്റ്യനുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള ഒരു ഇതാണ്. ഒരു ഇത് പഠിച്ചു വയ്ക്കുക, ബി ബൈ എച്ച് ഈക്വൽ ടു മ്യൂ എന്നൊരു സാധനം പഠിച്ചു വയ്ക്കുക. പിന്നെ മ്യൂ ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ എന്ന് പറഞ്ഞ കാര്യം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. താങ്ക് യു.